ഹായ് ഓൾ. ഞാൻ ഈ 2025 ഓഗസ്റ്റിലെ സെറ്റ് ക്വാളിഫൈ ചെയ്തു. ടോസ് അക്കാഡമിക്ക് ഒരു താങ്ക്സ് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. യൂട്യൂബിലെ ഒരു വീഡിയോ വഴിയായിട്ടാണ് ടോസ് അക്കാഡമിയെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. അപ്പം ടോസ് അക്കാഡമിയുടെ ഒരു 3 months ഒരു ക്രാഷ് കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ഞാൻ PG കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 years കഴിഞ്ഞു. അപ്പോൾ ഒരു സെറ്റിൻ്റെ സിലബസ് നിങ്ങൾക്കറിയാം, നല്ല വേസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ എൻ്റെ എല്ലാ നോട്ട്സോ മെറ്റീരിയൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടോസിൻ്റെ എല്ലാ മെറ്റീരിയൽസും തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, പുറത്തുനിന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 3 months കോഴ്സ് ആയിരുന്നെങ്കിലും ഒരു 1.5 months എനിക്ക് ക്ലിയർ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് നാട്ടിലേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ലാസ്റ്റ് ഒരു 1.5 month നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചെന്ന് പറയാം. പിന്നെ ക്ലാസ്സസ് ഒന്നും മാക്സിമം ഞാൻ മിസ് ചെയ്യാതെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് പെൻഡിങ് വന്നതും കവർ ചെയ്ത് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പോൾ പെൻഡിങ് ഇല്ലാതെ തന്നെ ക്ലാസ് എല്ലാം എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം വേറെ ബുക്സ് ഒന്നും കെമിസ്ട്രിക്ക് വേണ്ടി റെഫർ ചെയ്തില്ല. കാരണം ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കെമിസ്ട്രി മിസ്സിൻ്റെ നോട്ട്സ് അതുപോലെ തന്നെ നോട്ട്സ് ഞാൻ എഴുതിയെടുക്കുമായിരുന്നു. എഴുതിയിട്ട് അത് മാക്സിമം നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത്, കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നത് പറഞ്ഞാൽ നമുക്ക് ഒന്നും പോസിബിൾ അല്ല. ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്സ് തരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ഏതാണോ വേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് മിസ്സ് അതിനെ ഫോക്കസ് ചെയ്താണ് നോട്ട്സ് തന്നിരുന്നത്. അത് തന്നെ പഠിക്കുകയും ചെയ്തു. പിന്നെ ജനറൽ പേപ്പർ ആണെങ്കിൽ മരിയ മിസ്സിൻ്റെ ക്ലാസ്സസ് വളരെ നല്ലതാണ്. നോട്ട്സ് എഴുതിയെടുക്കാനാണ് മിസ്സ് പറഞ്ഞിരുന്നത്, പക്ഷെ അതിനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ നോട്ട്സ് വളരെ മിസ്സ് നോട്ട്സ് PDF സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അത് വായിച്ച് കെമിസ്ട്രി പഠിച്ച് ബാക്കി സമയം കിട്ടുന്ന സമയത്ത് ഈ ജനറൽ പേപ്പറിൻ്റെ നോട്ട്സ് ഞാൻ വായിച്ചു വിടുമായിരുന്നു. പിന്നെ എഴുതിയൊന്നും വെച്ചില്ല. പിന്നെ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം കുറച്ച് ഇയേഴ്സൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ളത് മാത്രം നോട്ട് ചെയ്ത് പോയി. ബാക്കി ജനറൽ പേപ്പറും അതുപോലെ 2 സബ്ജക്റ്റും ജനറൽ പേപ്പറും പേപ്പർ 1ഉം പേപ്പർ 2ഉം ടോസിൽ തന്നെ മുഴുവനായിട്ടാണ് നോക്കിയിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2016 തൊട്ട് 2025 ജാനുവരി വരെ ഉള്ളത് നമുക്ക് ടോസിൽ നിന്ന് തന്നെ തരുമായിരുന്നു. അപ്പോൾ അത് ഞാൻ PDF പ്രിൻ്റ് ഔട്ട് എടുത്തു. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ മാക്സിമം ഞാൻ ആൻസർ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് ആൻസർ കീയും തരും. പക്ഷെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു കോൺഫിഡൻസ് കിട്ടും എക്സാം ടൈമിൽ. നമുക്ക് പേപ്പർ വരുമ്പോൾ അത് നമ്മൾ പഠിക്കുന്ന കാര്യം അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ആൻസർ ഈ ഒരു 2 hours അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് എക്സാം ടൈമിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പം ടോസാണ് എനിക്കിങ്ങനെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതും ഒരു ക്രാഷ് കോഴ്സ് മാത്രമായിരുന്നു. ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മരിയ മിസ്സിനും അതുപോലെ കെമിസ്ട്രി മിസ്സിനും ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും അതുപോലെ ടോസ് എനിക്ക് വളരെ നമുക്ക് വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോച്ചിങ് സെൻ്ററാണ്. ഓക്കെ, താങ്ക് യു.